ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കൃത്യമായ ഉറപ്പ് പറയാതെ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. സംഘം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ പ്രതികരണമെന്ന് റായ്പൂരിലെത്തിയ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുമായി അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തി. സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിവരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബജ്രംഗ് ദൾ വാദം പൊളിയുകയാണ്. മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം എത്തിയത് എന്നൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞു. अभी कहाँ जा रहे थे? आगरा जा रहे थे। क्यों जा रहे थे? मैम लोग बोले कि हम लोग को लड़की लोग की ज़रूरत है खाना बनाने के लिए, फिर उनकी ज़रूरत है तो हम लोग को बोले कि खाना बनाओ 2-3 साल, तब आप लोग को हम लोग धीरे धीरे ट्रेनिंग सिखाएंगे, नर्स का सिखाएंगे बोले। तो हम लोग आए। मम्मी पापा से भी बात हुआ तो मम्मी पापा लोग ठीक है तो चले जाओ। हम लोग अभी आपके घर में जब पुलिस वालों ने फ़ोन में बात किए तो उनका कहना आपके घर वालों को हमको पता नहीं है आप कहाँ जा रहे हो। और जीजा को पता नहीं है, लेकिन मेरे मम्मी पापा सबको पता है। कितना पढ़े हो आप? 10वीं तक पढ़े हैं। കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. UDF എംപിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെ റായ്പൂരിലെത്തി. CPIM നേതാവ് ബൃന്ദ കാരാട്ടും LDF എംപിമാരും ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള UDF LDF അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി തത്സമയം റായ്പൂരിൽ അജീഷ് ജയകുമാർ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ. ആദ്യം റായ്പൂരിലേക്കാണ്. അജീഷ്, ഇന്നിപ്പോൾ UDFന്റെ എംപിമാർ ഒപ്പം തന്നെ BJP പ്രതിനിധി സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അനൂപ് ആന്റണിയുടെ കൂടിക്കാഴ്ചയാണ്. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരു പരിഹാരമുണ്ടാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല എന്നാണോ? നിലവിലെ സാഹചര്യം എന്താണ്? അല്പസമയം മുമ്പാണ് അനൂപ് ആന്റണി ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ നീതിപൂർവമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് എന്ത് ഇടപെടലാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിലൊരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം ഇന്ന് ചിലപ്പോൾ ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതിയിൽ കുടുംബാംഗങ്ങൾ കൊടുത്തേക്കും. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാർ അതിനെ എതിർക്കുമോ എതിർക്കാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രതീക്ഷാ നിർഭരമായ ഒരു ഇടപെടൽ ഉണ്ടായേക്കാം എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ ഛത്തീസ്ഗഡിലെ നിയമങ്ങൾ, അത് ഈ മതപരിവർത്തന നിയമങ്ങളടക്കം അത് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് കേരളത്തെ പോലെയല്ല, കേരളത്തിന്റെ സ്ഥിതിയല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില ക്രൈസ്തവ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ അതെന്താണെന്നും എങ്ങനെയാണെന്നുമൊന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ ആ പെൺകുട്ടികളുടെ വീഡിയോ, അതായത് ആ പെൺകുട്ടികൾ തന്നെ പറയുന്നു മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് വന്നത്, തങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ പെട്ട ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള കേസ് പോലും നിലനിൽക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നൊരു സാഹചര്യത്തിൽ സർക്കാർ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം ഈ ക്രൈസ്തവ കന്യാസ്ത്രീകളെ പുറത്തിറങ്ങുന്നത് വരെ ഇവിടെ തന്നെ തുടരാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയും കുറച്ച് കഴിഞ്ഞ് കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്നും നമുക്ക് വ്യക്തതയില്ല. നിലവിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അത് അപക്വമാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസാണെങ്കിൽ എന്തിന് മുൻവിധിയോടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി? അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മതപരിവർത്തനം നടത്താനായിരുന്നു കന്യാസ്ത്രീകൾ അവിടെ എത്തിയത്, അതിന് തെളിവുണ്ട്, FIRന്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ സർക്കാരിന് അതിന്റെ കീഴിൽ വരുന്ന ബാക്കി പോലീസുകാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ആഭ്യന്തരമന്ത്രിക്കൊക്കെ എന്തിടപെടൽ നടത്താൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയമായി ഇത് രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. അവർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും, സഭാ നേതൃത്വത്തെ കാണും. ഈ നിയമപരമായിട്ട് എങ്ങനെ ഈ വിഷയം നേരിടണമെന്ന്
കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ എടുക്കുകയും ചെയ്യും. അതെ, വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഇനിയും കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു. അതിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായി തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.